എല്ലാവർക്കും നമസ്കാരം. മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്കാണ് കർണാടകയിലാണ് മുരുടേശ്വര ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. മൂകാംബികയിൽ പോകുന്ന എല്ലാവരും മിക്കവരും തന്നെ ഈ ഒരു ക്ഷേത്രവും സന്ദർശിക്കാതെ പോവാറില്ല. വളരെ മനോഹരമായിട്ടുള്ള ചിത്രപ്പണികളും, അതായത് ലോകത്തിലെ തന്നെ ശിവന്റെ സ്റ്റാച്യൂവിൽ വെച്ചിട്ട് ശിവഭഗവാന്റെ സ്റ്റാച്യൂവിൽ വെച്ചിട്ട് ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ സ്റ്റാച്യു ഈ ഒരു ക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത്രയും മഹത്വമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. കാരണം ഈ ഒരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് വളരെ ചുരുക്കി പറയും. ദേവന്മാർക്ക് അമരത്വം പ്രാപിച്ചത് എന്തുകൊണ്ടാണെന്ന് തിരക്കി രാവണന് മനസ്സിലായി. ദേവന്മാർക്ക് അമരത്വം ലഭിച്ചത് ഭഗവാന്റെ ആത്മലിംഗത്തിന്റെ പ്രാർത്ഥന കൊണ്ട് ആണെന്ന്. അപ്പോൾ രാവണൻ വലിയൊരു ശിവഭക്തനായിരുന്നു എന്നുള്ളതിന് ഒരു സംശയമില്ല. അദ്ദേഹത്തിനെ പോലെ ശിവഭക്തർ അധികം ഉണ്ടായിട്ടില്ല. പക്ഷെ അഹങ്കാരിയായിരുന്നു. അറിവും അഹങ്കാരവും ഒന്നിച്ചു ചേർന്ന ഒരു വ്യക്തിയായിരുന്നു രാവണൻ എന്ന് പറയുന്നത്. എല്ലാം അറിവും ഉണ്ടെങ്കിലും അഹങ്കാരം കൊണ്ട് എല്ലാത്തിനെയും നശിപ്പിച്ച ഒരു വ്യക്തി. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ഭഗവാൻ തപസ് ചെയ്തിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാന് ആത്മലിംഗം കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഭഗവാൻ ഒരു നിബന്ധന വെച്ചു. എന്താണ്? ആത്മലിംഗം കൊണ്ടുപോകുന്ന വഴിക്ക് താഴ്ത്തു വെക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അത് രാവണന് കിട്ടിക്കഴിഞ്ഞാൽ ലോകം നശിക്കുമെന്ന് ഉറപ്പായത് കൊണ്ട് തന്നെ ഗണപതി ഭഗവാൻ ആൾമാറാട്ടം നടത്തി ആ ഒരു വിഗ്രഹം സ്വന്തമാക്കി താഴെ നിലത്ത് വച്ചു എന്നാണ് ഐതിഹ്യം. അതെടുക്കാൻ ശ്രമിച്ച രാവണനെ അതെടുക്കാൻ സാധിച്ചില്ല, നിലത്തുറച്ചുപോയി. അതുകൊണ്ട് തന്നെ രാവണൻ എന്ത് ചെയ്തു? അതിനെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് പല കഷ്ണങ്ങളായിട്ട് പൊട്ടിപ്പോയെന്നും അതില് മൂടി, അതായത് ഭഗവാന്റെ ശിവലിംഗം പൊതിഞ്ഞിരുന്ന ആവരണമാണ് മുരുടേശ്വര ക്ഷേത്രത്തിൽ വന്ന് പതിച്ചതുമെന്നാണ് ഐതിഹ്യം. ഇത് അകത്ത് അവിടെ കാണുന്ന അവിടുത്തെ ശില്പങ്ങളാണ് കേട്ടോ. ഇവിടെ അകത്ത് ടിക്കറ്റ് എടുത്താൽ കാണാം.